പാറയിടുക്കിലെന്നെ ഇജ്ജന്നോട് കളിച്ചണ്ട, ഇജ്ജന്നോട് കളിച്ചാൽ എന്നെ ചൂണ്ടലിട്ട് പിടിച്ചും ഞാനേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള. രുചികൾ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഒരല്പം കാഴ്ചകളൊക്കെ കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ പ്രകൃതി ഭംഗി വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ആസ്വദിക്കണ്ടേ? മനോഹരമായൊരു പാറക്കൂട്ടത്തിന് നടുവിലൂടെ ഒരു കുളിരരുവി, അതിന് ചുറ്റാകെ നല്ല പച്ചപ്പ്, നല്ല ശുദ്ധവായു, മനോഹരമായ എന്താ പറയുക, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ ഇത് കണ്ടിട്ടാവാം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ മാറിയുള്ളൊരു സ്ഥലമാണ്. ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷം. ഇത് പേയാടാണ് സ്ഥലം. പേയാട് അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. മനോഹരം അല്ലേ? അപ്പോൾ ഇനി കുറച്ചുകൂടി കാഴ്ചകൾ. വീട്ടിലെത്തിയിരിക്കുകയാണ്. നീലാംബരി അല്ലേ? നീലാംബരി വീട് വാങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ പുതിയ വീട്ടിലേക്കാണ്. ഞാൻ കുറച്ച് നാള് മുമ്പ് തൊട്ട് ചേച്ചിയെ വിളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് 1-2 കോഴിക്കോടൻ പിന്നെ കറികളും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ വീടിന്റെ ഇതൊന്നും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഇത്രയും എന്തായാലും ലേറ്റ് ആയെങ്കിലും പുതിയ വീട്ടിലേക്കാണ് ക്ഷണിച്ചത്. ഓക്കെ. ചേട്ടൻ്റെ പേര് സുജിത്ത് എന്നാണ്. ചേട്ടൻ വർക്ക് ചെയ്യുന്നത് KSFയിലാണ്. ലോൺ വല്ലതും വേണമെങ്കിൽ ചേട്ടൻ ഈ മുഖം ഓർത്ത് വയ്ക്കുക. പിന്നെ ചേച്ചി വർക്ക് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലാണ്. സെക്രട്ടേറിയറ്റിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണ വകുപ്പാണ്. അതെ. അപ്പൊ ഈ പൊതുഭരണ വകുപ്പൊക്കെ വെച്ചിട്ട് വീട്ടിൽ ഭരണമുണ്ടോ? അത്യാവശ്യമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഇവരുടെ കൂടെ കൂടാൻ പോവാണ്. ചേട്ടൻ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്, ഉഗ്രൻ ടേസ്റ്റ് ആണെന്ന്. ഓരോ സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അവസാനം ചേച്ചിക്ക് ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഭർത്താക്കന്മാരാണെങ്കിൽ ഇങ്ങനെ വേണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവരുടെ കിച്ചണിലേക്ക് ഇടിച്ചു കയറാൻ പോവാണ്. നമുക്ക് വേണ്ടിയിട്ട് കോഴിക്കോടൻ ചില പലഹാരങ്ങളും, അതും അമ്മൂമ്മ പഠിപ്പിച്ച ഏതോ ഒരു പലഹാരം നമ്മളെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ സ്പെഷ്യൽ ഒരു മീൻകറിയുണ്ട്. അപ്പോൾ ഇനി കിച്ചണിലേക്ക്. നമ്മുടെ ഇന്നത്തെ നായിക ഒരു പുലിയാണ്. പുലി എന്ന് പറഞ്ഞാൽ പോരാ, ജപ്പാൻ പുലിയാണ്. കാരണം നല്ല ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്യും, സാധാരണ പെയിൻറ്റിങ് ചെയ്യും. അതുപോലെ പഴയ ഒരു ജേർണലിസ്റ്റാണ്. ഇപ്പോഴും അത്യാവശ്യം ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇതിനൊക്കെ എപ്പോഴാണ് സമയം കിട്ടുന്നത്? പിന്നെ പാചകത്തിൽ ഒരു നല്ല പാചകത്തിൽ നല്ലൊരു കലാകാരിയാണ്. ചേച്ചിയുടെ അമ്മയെ മമ്മി എന്നാണ് വിളിക്കുന്നത്.
ആ മമ്മി പഠിപ്പിച്ച കുറേ പൊടി നമ്പറുകളാണ് ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് അല്ലേ. നമ്മൾ മമ്മിയെ തേടി ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. കോഴിക്കോടല്ലേ? കോഴിക്കോട് വരുന്ന സമയത്ത് നമ്മൾ മമ്മിയെ പൊക്കിയിരിക്കും. ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഡിഷും മമ്മി നമ്മുടെ മുത്തശ്ശി ചേച്ചിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇത് കലത്തപ്പം എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇന്ന് പ്രേക്ഷകർ ദയവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇന്നൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ മൺകലം ഉള്ളവർ ശ്രദ്ധിക്കുക, മൺകലത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ കലത്തപ്പം അല്ലേ? അതെ, കലത്തപ്പം. അപ്പോൾ കലത്തപ്പം കലത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കലമില്ലാത്തവർ നോൺ സ്റ്റിക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറയൂ. ഇതിന് അരി കൊണ്ട് തയ്യാറാക്കിയ ഒരു മാവ്, അതായത് പച്ചരിയും പുഴുങ്ങലരിയും സമം അളവിൽ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് പുഴുങ്ങലരിയും പിന്നെ വേവിച്ച ചോറ് 1 കപ്പ്, ഇത്രയും കൂടെ നമ്മൾ അരച്ച് വെക്കുന്നു. അത് വേവിച്ച ചോറ് 1 കപ്പ് വേണം അല്ലേ? 1 കപ്പ്, അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1:1 റേഷ്യോയില്. അപ്പോൾ ഞാനൊന്ന് പറയാം. ഈ മാവ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് മാവാക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് 1 കപ്പ് പുഴുങ്ങലരി, 1 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, വേവിച്ച ചോറ്. അപ്പോൾ 1:1 റേഷ്യോയിൽ അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തിരിക്കുക. ഒന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് അരച്ച് അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനിയുള്ള സാധനങ്ങൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്, ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി അല്ലേ, വലിയ ഉള്ളി, സവാള അരിഞ്ഞു വെച്ചത്. ഇത്രയും സാധനങ്ങളാണ്. വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായ മുത്തശ്ശിയുടെ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. കലത്തപ്പം ആദ്യം നമ്മൾ മാവ് അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കുക. അത് മനോധർമ്മം പോലെയാണ്. ശർക്കര അവരവർക്ക് ഇഷ്ടമല്ലോ. ഈ മാവ് ഉണ്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് ഇതിനകത്തേക്ക് കോരി ഒഴിക്കാൻ പാകത്തിന് ലൂസ് ആവാൻ വേണം. പിന്നെ ഒരു നുള്ളു ഉപ്പും ഇതിനകത്തേക്ക് ചേർക്കുക. ഇത്രേ ഉള്ളൂ. ഇപ്പം മാവ് റെഡിയാണ്. ഇനി തേങ്ങാക്കൊത്തും ഉള്ളി എപ്പോഴാണ് ചേർക്കുന്നത്? അത് ഇനി നമ്മൾ ഈ പാനിനകത്തോട്ട്, ചട്ടിക്കകത്തോട്ട്, കലത്തിനകത്തോട്ടാണ് നമ്മളത് ആഡ് ചെയ്യുക. ഈ മാവിലേക്ക് നമ്മളത് ചേർക്കുന്നില്ല. അപ്പം അതിൻ്റെ ഒരു അപ്പിയറൻസിനും ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നേരിട്ട് പാനിനകത്തോട്ടാണ്. എന്തായാലും നല്ല മണം വരാൻ തുടങ്ങി, കൊതിയും വരാൻ തുടങ്ങി. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചേ പറ്റുള്ളൂ. നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള കലത്തപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കലം വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് പിന്നെ തേങ്ങാക്കൊത്തും സവാളയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറിൽ വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ മാവ് ഒഴിക്കുന്നു. അതിനുശേഷം ഒരു മൺചട്ടിയുടെ അതിന് അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കനൽ വെച്ചിട്ട് വേവിക്കും. അപ്പോൾ അടിയിൽ നിന്ന് ചെറിയ തീയും മുകളിൽ നിന്ന് കനലൂടെ ആകുമ്പോഴത്തേക്ക് ആ ചൂടിലിരുന്നാണ് ഇത് വെന്ത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ഒന്ന് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് പാനപ്പം എന്ന് പറയാം. നമ്മളതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് തിരുത്തുന്നു. പാനപ്പം റെഡിയാണ്. നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് ചൂടോടുകൂടി കഴിക്കണമെന്നല്ലേ? അല്ലേ? ചൂടോടുകൂടി അങ്ങ് കഴിച്ചേക്കാം. ബ്യൂട്ടി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ശരിക്കും ചൂടോടുകൂടി കഴിച്ചാലേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എങ്ങനെ ഇരിക്കുന്നു? ഓ ചേച്ചി ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ശരിക്കും ഇതിന്റെ ടേസ്റ്റ് ഇതിന്റെ സൈഡിലാണല്ലേ? അതെ. ആ ഉള്ളിയുള്ള പോർഷൻ കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഉള്ളിയോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ഈ ശർക്കര ചേർത്തുണ്ടാക്കുന്ന അപ്പത്തിൽ സാധാരണ ഉള്ളി ചേർക്കാറില്ല. നമ്മൾ നെയ്യപ്പമൊക്കെ കഴിക്കാറുണ്ട്. നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഈ ഉള്ളി ഈ ബ്രൗൺ കളറിൽ ഇത് അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക്, അതും തേങ്ങാക്കൊത്തോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള രുചി വരുന്നത്. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്.
4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഓടിച്ചാടി കളിക്കുന്നവരായതുകൊണ്ട്, അത് മാത്രമല്ല വളരെ കുറച്ച് എണ്ണ, 2 ടീസ്പൂൺ എണ്ണ മാത്രമാണ്, സാധാരണ കടുക് താളിക്കുന്ന പോലെ അത്രയും എണ്ണ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ ഒരു ഹെൽത്തി ഡിഷായിട്ടും കൂട്ടാം അല്ലേ. ഇതിൽ ബേക്കിംഗ് പൗഡർ, കളേഴ്സ് അങ്ങനത്തെ യാതൊന്നും ചേർക്കുന്നില്ല. എല്ലാം നമ്മൾ നാച്ചുറലി ഭക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഉണ്ടാക്കുന്ന ഡിഷ് ചേച്ചിയുടെ ഫേവറേറ്റ് ഡിഷാണ്, ഇവിടുത്തെ ചേട്ടൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. ചേച്ചി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളവരെല്ലാവരും ചേച്ചിയെ പുകഴ്ത്തിയേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? എല്ലാവർക്കും ഭയങ്കര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയെ സൂപ്പർ സ്റ്റാർ ആക്കിയ ഒരു ഡിഷാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ചേച്ചിയുടെ ട്രേഡ് സീക്രട്ട്. ഇതൊരു സ്പെഷ്യൽ മലബാർ സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ ഫിഷ് ഐറ്റം ആണ്, ഫിഷ് ഡിഷ് ആണ്. മീൻ പറ്റിച്ചത് അവസാനം മീൻ പറ്റിക്കും നമ്മളെ ഇല്ല, മീൻ പറ്റിച്ചത് മലബാർ സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ മീൻ പറ്റിച്ചതാണ്. ഇതിനകത്ത് ചേർക്കുന്നത് തേങ്ങാപ്പാലും സവാളയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് ചേർത്തിട്ട് നന്നായിട്ട് പിന്നെ വറ്റിച്ച് ഒരു 1/4 മണിക്കൂർ നെയ്മീൻ ഇട്ട് നന്നായിട്ട് വറ്റിച്ച് ആ മസാല അതിനകത്ത് പിടിച്ചു വരുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വായിൽ സെലിബ്രേഷനൊക്കെ ആയി, കൊതി വരാൻ തുടങ്ങി. ഇന്നത്തെ തുടങ്ങാൻ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ? ഫസ്റ്റ് ഇതിന്റെ 2 സ്റ്റേജ് ആയിട്ടാണ് ഇതിന്റെ പ്രിപ്പറേഷൻ. ആദ്യം മീനിൽ മസാല പുരട്ടി വെക്കുന്നു, അതിനെ ലൈറ്റായി ഫ്രൈ ചെയ്യുന്നു, പിന്നെയാണ് അതിന്റെ ഗ്രേവി പാർട്ട് വരുന്നത്, ചാറ് ഒഴിച്ച് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മീനിനെ കുറച്ച് മസാലകളെല്ലാം ചേർത്ത് പുരട്ടി വെക്കാം. ഒരു 20 തൊട്ട് 1/2 മണിക്കൂറോളം പിടിച്ചിരുന്നാൽ നന്നായിട്ട് ചേരും മസാല എല്ലാം. ഇതിന് 2 പാർട്ടുണ്ട്, ചേച്ചി പറഞ്ഞത് ചുരുക്കി. ഇതിന് 2 പാർട്ടുണ്ട്. ആദ്യം ഇത് മസാലയെല്ലാം കൂടെ പിടിപ്പിച്ച് ഒരു 20 മുതൽ 1/2 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, പിന്നെ കറി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രുചികരമായിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഞാനിവിടെ എന്തായാലും റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞാലും സാരമില്ല, രുചികരമായ മീൻകറി കഴിച്ചിട്ടേ പോവുള്ളൂ, മീൻ പറ്റിച്ചത് കഴിച്ചിട്ടേ പോവുള്ളൂ. ആദ്യം മുളക് പൊടി. ഇത് പിന്നെ സാധാ മുളക് പൊടിയാണോ അതോ ഇത് കാശ്മീരി പിരിയൻ മുളകിന്റെ പൊടിയോ? ഇതിനാകുമ്പം കുറച്ച് കളറും കൊഴുപ്പെല്ലാം കൂടും, അത്രയ്ക്ക് എരിവ് ചൂടൊന്നും കാണില്ല, ശരീരത്തിനും നല്ലത്. ഇച്ചിരി കൂടുതൽ വേണം അല്ലേ? ഒരു 2.5 സ്പൂൺ മുളക് പൊടി, ഒരു 5 ടീസ്പൂൺ 5 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി അരച്ചത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയാണ്, അതൊരു 1/2 സ്പൂണ്, 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ്. അതുകൊണ്ട് ഒരു ചെറുനാരങ്ങയുടെ മീൻ സോഫ്റ്റ് ആവാനായിട്ടാണ്. മീനിന്റെ ആ ഒരു സ്മെല്ലും പോയി കിട്ടും, കുറച്ചും കൂടെ ടേസ്റ്റിയർ ആവും. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കിലോ മീനാണ്, അത് നെയ്മീൻ. ദശക്കട്ടയുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാനായിട്ട് ആവോലി എടുക്കാം, ചൂര എടുക്കാം, നെയ്മീൻ എടുക്കാം. പക്ഷെ ടേസ്റ്റ് നെയ്മീനായിരിക്കും അല്ലേ? അപ്പോൾ നെയ്മീനാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്, ഒന്നിലും കുറച്ചിട്ടില്ല. ഈ മസാല ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിരിയൻ മുളകിൻ്റെ പൊടി 5 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് പിന്നെ പൊടിച്ചെടുത്തായിരിക്കും ചേച്ചി തന്നെ പൊടിച്ചെടുത്തായി. അപ്പോൾ പിന്നെ വാങ്ങുന്ന കുരുമുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കേണ്ടി വരും. അതെ അതെ അതെ. അപ്പോൾ വാങ്ങുന്ന കുരുമുളക് ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്തുള്ളൂ, എന്നാലേ കറക്റ്റ് എരിവ് കിട്ടുള്ളൂ. ഇത് അവിടെ നിന്ന് തന്നെ കോഴിക്കോട് നിന്ന് കുരുമുളക് കൊണ്ടുവന്ന് പൊടിച്ച് വെച്ചേക്കാണ് ഡപ്പിക്കകത്ത് അല്ലേ. പിന്നെ ഇഞ്ചി ചതച്ചത്, അതൊരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 1 നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മീനിൽ തേച്ച് പിടിപ്പിച്ച് ഇപ്പം നമ്മുടെ അരപ്പ് റെഡിയാണ് അല്ലേ? ഇനി ഇത് മീനിലേക്ക് തേച്ച് പിടിക്കും. മീനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണ്. ഇനി 1/2 മണിക്കൂർ ക്ഷമിക്കുക, സദയം ക്ഷമിക്കുക. രണ്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ, അത്രയും മതി. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ട് പൊരിച്ചെടുക്കുക. വളരെ എന്ന് വെച്ചാൽ അതിന്റെ കളർ പോലും മാറണ്ട, ഇതിന്റെ ഒരു വെള്ള കളറായി വന്നു കഴിഞ്ഞാൽ അല്ലേ? ഒന്ന് ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ട് പൊരിച്ചെടുക്കണം അല്ലേ? ഇതിനകത്ത് ഈ മസാല ഒന്ന് പിടിച്ചിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവില്ല.
ഇത്രയും സമയം നമ്മൾ വെച്ചതുകൊണ്ടായിരിക്കും അതിനകത്ത് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അതിന്റെ കളർ. സാധാരണ ഇത് പൊരിക്കുന്ന സമയത്തും ചിലപ്പോൾ വെള്ള കളറിൽ ഇരിക്കാൻ സാധ്യത. ഇപ്പൊ ഇത് കളർ മാറിയിരിക്കുന്നു. സമയം ഇരുന്നിരുന്നാലും കളറൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ലേ? ഇപ്പൊ ചേർക്കുന്നില്ല നമ്മള്. പിന്നെ ഗ്രേവിയുടെ പാട്ട് വരുമ്പം മഞ്ഞൾപ്പൊടി ചേർക്കും. അപ്പോൾ ഇതിനകത്ത് ചേർത്ത പൊടികൾ ഞാനൊന്നുകൂടി പറയാം. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 5 ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിരിയമുളകിൻ്റെ പൊടി, പിന്നെ ഇഞ്ചി ചതച്ചത് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പാകത്തിന് ഉപ്പ്, പിന്നെന്തായിരുന്നു ചേർത്ത് നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീര്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്ത് 1/2 കിലോ മീനിന് വേണ്ടിയിട്ട് ചേർത്തത്. അര കിലോ നെയ്മീൻ ഒരു അരപ്പൊരിപ്പ് അല്ലേ, ഒരു പകുതി പൊരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ. ഇനി ഇതിന്റെ ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഒരു മസാല പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഫ്രൈഡ് ഫിഷും കൂടെ ആഡ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കും. അതാണ് ഫൈനൽ. ഇനി ഉള്ളി വഴറ്റി ഒരു മസാല ഉണ്ടാക്കും. ഒരു മസാല. അപ്പൊ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഒരു മസാല ഉണ്ടാക്കി, സവാളയൊക്കെ വെച്ച് സവാളയും ഇതൊക്കെ ഒഴിച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് ആ മസാലയിലേക്ക് ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒരു എളുപ്പമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അളവിൻ്റെ കാര്യത്തിലാണ്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു, അതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തിടുന്നു, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. കറക്റ്റ് അല്ലേ? ഇതിലേക്ക് പൊടികൾ ചേർക്കാം. നേരത്തെ ഇതിനകത്ത് പൊടികളെല്ലാം ചേർത്ത് ഒരു പകുതി ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എരിവ് പാകത്തിന് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടോളൂ അല്ലേ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അധികം എരിവില്ല. ഇനി ഇതിലേക്ക് അപ്പോൾ ഇതിൻ്റെ അളവുകൾ, പൊടിയുടെ അളവുകളും എളുപ്പമുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ 2 നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ എല്ലാം 2ന്റെ കണക്കിലിരിക്കും. അപ്പോൾ ഇനി ഇത് ആ മസാലയുടെ ആ പച്ചമണമൊക്കെ പോയി ഇതിനകത്ത് പിടിച്ച് നന്നായിട്ടൊന്ന് വേണ്ടി വരണം അല്ലേ. ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. ഈ നമ്മൾ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ സിമ്മിൽ വെച്ചിട്ട് വേണം ഇതിനകത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ ചേർത്ത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റെഡിയല്ലേ? ഓക്കെ, മസാലയൊക്കെ പിടിച്ച് കാണുമല്ലേ? ഇനി മീൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ചേർക്കണം. പഴയ അമ്മമാർ പിന്നെ ഈ പൊടിഞ്ഞു പോകുന്ന മീനുകളുണ്ടല്ലോ, ഇപ്പം നെയ്മീൻ പോലത്തെ ഈ ഉടഞ്ഞു പോകുന്ന മീനുകളുണ്ടെങ്കിൽ പിന്നെ തവിയിട്ട് ഇളക്കാൻ സമ്മതിക്കില്ല. പിന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇതിനകത്ത് തേങ്ങാപ്പാൽ ഇതിനകത്ത് പിടിച്ച് വറ്റി വന്നു കഴിഞ്ഞാൽ റെഡിയായി ഫിഷ് കഴിക്കാം. മീൻ വറ്റിച്ചത് നമ്മൾ അവസാന മിനുക്ക് പണിക്ക് വേണ്ടിയിട്ട്, അവസാനം ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊണും മീൻ കറി. നല്ല മണമാണ് വരുന്നത്. അത് മാത്രമല്ല ഇത് കാണാൻ തന്നെ ഇത് ഈ വറ്റിച്ചതെന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് ഇരിക്കുകയാണ്. പിന്നെ ചേച്ചി വളരെ കോൺഫിഡൻ്റ് ആണ്, എങ്ങനെ പോയാലും ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഈ മീൻ വറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിയുമെന്ന് പറഞ്ഞു. ഇതാ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അത് മൊത്തം അതിൻ്റെ ഗ്രേവി മുഴുവൻ ഈ കഷ്ണങ്ങളുടെ മുകളിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ കറക്കി ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് വെറുതെ ഇങ്ങനെ ചെറിയ തീൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ കറക്റ്റായി അല്ലേ, റെഡി, കഴിക്കാമല്ലോ. ചോറും ഒക്കെ റെഡിയാണ്. എല്ലാം റെഡി. ടെൻഷൻ അടിച്ചിരിക്കുന്നത് ടെൻഷൻ ഒന്നുമില്ല. പക്ഷെ ഇതിൽ ഗ്യാരണ്ടിയാണ് അല്ലേ.
100%. ഇതുവരെ ആരും കുറ്റമൊന്നും പറഞ്ഞില്ല. ഇതുവരെ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത്. എന്നാ ഞാൻ ആദ്യമായിട്ടൊരു കുറ്റം പറയാം ചേച്ചി. എൻ്റെ പൊന്നെ, ഉഗ്രൻ ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റ്. ശരിക്കും മസാല പിടിച്ച്, ശരിക്കും പറഞ്ഞാൽ ആ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് വെന്ത് അതിനകത്ത് നിന്ന് എണ്ണയൊക്കെ ഊറി വന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് ഇത് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ കൂടെ കൂടെ ഇങ്ങനെ നമ്മൾ കയറി ചെല്ലും. ഇപ്പൊ തന്നെ ഇതിന്റെ മണം അടിച്ചിട്ട് ഒരാൾ പകുതി വഴിയിൽ വന്ന് നിൽക്കുകയാണ്. കേട്ടിട്ടാണ് ഞാനും വന്നത്. അല്ല, ശരിക്കും ചേട്ടൻ കോഴിക്കോട് ജനിച്ചു വളർന്ന ആളല്ല? തീർച്ചയായിട്ടും. അപ്പൊ ഈ കോഴിക്കോടും ട്രിവാൻഡ്രവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ. ഉണ്ട്. അപ്പൊ ഇവിടത്തെ ഹോട്ടലൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വല്ലപ്പോഴും ഒക്കെ പോയി കഴിക്കാറുണ്ട് എന്ന് മാത്രം. കാരണം സ്ഥിരമായിട്ട് ഇവിടുന്ന് വെച്ച് തരുന്നുണ്ട്. വളരെ റയറായിട്ട് പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതാണ് സത്യം. ആ ശരി. അപ്പൊ ഭർത്താവിന് എടുക്കുമ്പോഴത്തേക്ക് 2-3 കഷ്ണമൊക്കെ ചേർത്ത്. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി. സെക്രട്ടേറിയറ്റിലെ ജോലിക്കിടയിൽ പോലും ഇങ്ങനെ സമയം കണ്ടെത്തിയതിന് ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.